ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ക്രാഷ് ടെസ്റ്റിനെ പറ്റിയാണ്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കും, പക്ഷേ ആക്ച്വലി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നിസാൻ ഈ വാഹനം ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിസാൻ അല്ല, ഗ്ലോബൽ എൻക്യാപ്പാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഭാരത് എൻക്യാപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടുകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാത്തിനും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയായിരുന്നു. അതിപ്പോൾ ഏത് വണ്ടി ക്രാഷ് ടെസ്റ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഗ്ലോബൽ എൻക്യാപ്പ് അങ്ങനെ അല്ല എന്നല്ല, പക്ഷേ അവരിപ്പം പൊതുവേ ഇന്ത്യൻ വാഹനങ്ങൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്തായാലും നമ്മുടെ നിസാൻ ഗ്ലോബൽ എൻക്യാപ്പിന് തന്നെയാണ് മാഗ്നൈറ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ഇതിന് മുന്നേ ഈ വണ്ടി ഒന്ന് ക്രാഷ് ടെസ്റ്റ് ചെയ്ത് 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അത് പക്ഷേ ഏഷ്യൻ എൻക്യാപ്പിലാണെന്ന് തോന്നുന്നു, പക്ഷേ പണ്ടാണത്. അതിനുശേഷം പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ ഇപ്രാവശ്യം 3 പ്രാവശ്യമാണ് നിസാൻ ഈ വാഹനം ക്രാഷ് ടെസ്റ്റിന് അയച്ചിട്ടുള്ളത്. അതൊന്ന് പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന് ഒന്ന് ക്രാഷ് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തു. എന്തിനാണ് ഇത്രയൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും. ആദ്യം പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടി ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പം ജസ്റ്റ് 2 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് മാത്രമാണ് ഈ വാഹനത്തിന് കിട്ടിയത്. പക്ഷേ അത് ആക്ച്വലി ഇവിടുത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് 2 എയർ ബാഗ് മാത്രമുള്ള വാഹനമാണ് അവർ ടെസ്റ്റ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് സീറ്റ് ബെൽറ്റ് പ്രിട്ടൻഷനസ്, ലോഡ് ലിമിറ്റേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സേഫ്റ്റി ആസ്പെക്റ്റിൽ അത്ര മുന്നിൽ നിൽക്കുന്നൊരു വണ്ടിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 2 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഇതിന് കിട്ടിയുള്ളൂ. 24.49 പോയിൻറ്റ്സ് ആണ് ഇതിന് 34 മാക്സിമം കിട്ടിയത്. അങ്ങനെ അത് പോയി. ഇനി ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോഴേക്കും നമുക്കതിനകത്ത് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് കിട്ടുന്നുണ്ട്. ആൻഡ് പണ്ട് ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല അവരിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് മുന്നേ ഈ വാഹനത്തിന് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് 2 എയർ ബാഗ്സ് വെച്ച് പണ്ട് കിട്ടിയായിരുന്നു. പക്ഷെ അത് ആ സമയത്തുണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ 6 എയർ ബാഗ്സ് വെച്ചായിരുന്ന മോഡലിന് അവർ ആദ്യം ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പം 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് അഡൽസിൻ്റെതിന് കിട്ടിയത്. 4 സ്റ്റാർസ് തന്നെയാണ് ചൈൽഡ് സേഫ്റ്റിക്കും കിട്ടിയത്. അതായത് 26.51 പോയിൻറ്റ്സ് ആയിരുന്നു 34ൽ കിട്ടിയത് ഇതിന് അഡൽട്ട് സേഫ്റ്റിക്ക്. 36 പോയിൻറ്റ്സ് ആയിരുന്നു ഔട്ട് ഓഫ് 49ൽ നമ്മുടെ ചൈൽഡ് സേഫ്റ്റിക്ക് കിട്ടിയത്. അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ളൊരു സ്കോറാണ്. ചൈൽഡ് സേഫ്റ്റി ആക്ച്വലി നല്ലതായിരുന്നു അതിൻ്റെ സ്കോർ. പക്ഷേ അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവ് അല്ലാത്തൊരു ഡീസൻറ്റ് 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ല. പക്ഷേ 26 എന്ന് പറയുമ്പം ഒരു ആവറേജ് പോയിൻ്റാണ് ഈ വാഹനത്തിന് ലഭിച്ചത്. 4 സ്റ്റാർ ആവറേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും, അബോവ് ആവറേജ് എന്ന് പറയാം. എന്തായാലും അതൊക്കെ കണ്ടതിന് ശേഷം നിസാൻ ഒന്നും കൂടെ അവരുടെ ഫേസ് ലിഫ്റ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ക്രാഷ് ടെസ്റ്റിന് അയച്ചു. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും 5 സ്റ്റാർ റേറ്റിംഗ് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ആൻഡ് ആ ലാസ്റ്റ് അയച്ച വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പോയിൻറ്റ്സിൽ അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് നമുക്ക് കാണാം. 32.31 ആണ് ഈ വാഹനത്തിന് ഔട്ട് ഓഫ് 34ൽ കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം നേരത്തെ 26 റേഞ്ച് കിടന്നാണ്, അതിൽ നിന്നാണ് ഇത് കൂടിയിരിക്കുന്നത്. ആൻഡ് 5 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് അഡൽട്ട് സേഫ്റ്റിയിൽ കിട്ടി. പക്ഷേ പ്രശ്നം വന്ന് ചൈൽഡ് സേഫ്റ്റിയിലാണ്. അതിലൊരു ഇത്തിരി പോയിൻ്റ് കുറഞ്ഞു. നേരത്തെ 36 ആയിരുന്നു, ഇതിപ്പോൾ ഒരു 2.5 പോയിൻറ്റിൻ്റെ അടുത്ത് കുറഞ്ഞ് 33.64ലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ 4ൽ നിന്ന് നേരെ 3 സ്റ്റാറിലോട്ട് ഇതിൻ്റെ റേറ്റിംഗ് വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ 4ൽ 3 ആയെന്ന് തോന്നും. പക്ഷേ പോയിൻറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ വ്യത്യാസം ഇവർക്ക് എന്തായാലും അതിൽ ഒരു നഷ്ടം വരുത്തിയിട്ടുണ്ടെന്ന് പറയും. ഇതിലിപ്പോൾ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. നമ്മൾ നെക്സോൺ അല്ലെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങളാണ് പൊതുവെ ഏറ്റവും കൂടുതൽ സേഫായിട്ട് പറയാറുള്ളത്. അതിന് ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ ലേറ്റസ്റ്റ് ഒന്ന് ഫേസ് ലിഫ്റ്റ് വണ്ടിയിൽ. ഫേസ് ലിഫ്റ്റ് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ മാറിയതുകൊണ്ടാണ്. അതിന് മുന്നേ അവരുടെ പഴയ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ നെക്സോണിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇൻഫാക്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള, അതായത് മൊത്തത്തിൽ ആൾക്കാർ സേഫ്റ്റിയെ പറ്റി അവയർനെസ് ഉണ്ടാക്കിയൊരു വണ്ടിയും കൂടി ആയിരുന്നു നെക്സോൺ. ഏതായാലും അതിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നൈറ്റിൻ്റെ പോയിൻറ്റ് ഒരു ഇത്തിരി കൂടുതലാണ്. നെക്സോണിൻ്റെ 32.22 ഇതിന് 32.31 പോയിൻറ്റ്സ് വന്നിരിക്കുന്നത്. സോ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു വേരിയേഷൻ ആണെങ്കിലും കറക്റ്റ് നെക്സോണിൻ്റെ കൂടെ തന്നെ അഡൽട്ട് സേഫ്റ്റി പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ചെറിയ മാഗ്നൈറ്റ് വരെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്ന് പറയാം. ചെറുത് ഇൻ ദ സെൻസ് പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. നെക്സോണിൻ്റെ ടോപ്പ് എൻഡിൻ്റെ വിലയല്ല ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിൻ്റെ വില. പിന്നെ സൈസ് ആണെങ്കിൽ പോലും ഇതിന് അത്രയും വീതിയൊന്നുമില്ല, കുറച്ച് അതിൻ്റെ താഴത്തെ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വണ്ടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ നിസാൻ അങ്ങനെ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ആൻഡ് അത് വളരെ നല്ല കാര്യമാണ്. ഈവൻ ദോ നമ്മുടെ ചൈൽഡ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ് ഈ വണ്ടി. അതായത് നെക്സോണിന് 44 പോയിൻറ്റ്സിന് മുകളിലുണ്ട്, ഈ വണ്ടിക്ക് 33 അടുത്തേ ഉള്ളൂ. സോ 10 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട്. അത് 5 സ്റ്റാർ ആണ്, 3 സ്റ്റാർ ആണ്. അതെന്തായാലും ഒരു വലിയ വ്യത്യാസമാണ്. പക്ഷേ എന്തായാലും അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ കറക്റ്റ് ഓൺ പാറായിട്ട് തന്നെ ഈ വണ്ടി അവിടെ നിൽപ്പുണ്ട്.
എന്തായാലും നമുക്കിനി ഡമ്മീസിൽ വന്നിരിക്കുന്ന ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. സോ ഫ്രണ്ട് ഓഫ് സൈഡ് ക്രാഷ് ടെസ്റ്റിൽ ഡ്രൈവർ ഓൾമോസ്റ്റ് സേഫ് ആണ്. താഴത്തെ പോർഷനിൽ നമ്മുടെ നീസിൻ്റെ പോർഷനിൽ മാത്രമേ അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഗുഡ് പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. ഇനി കോ ഡ്രൈവർ സൈഡ് ആണെങ്കിൽ ചെസ്റ്റിൻ്റെ പോർഷനിൽ അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ മാത്രമാണ് വരുന്നത്. അവിടെ ഗുഡില്ല, അഗെയിൻ വലിയ കുഴപ്പമില്ല. ബാക്കി താഴത്തെ പോർഷൻ ഡ്രൈവർ സൈഡിൽ കണ്ട പോലെ തന്നെ നമുക്ക് അഡിക്വേറ്റ് പ്രൊട്ടക്ഷനാണ് നീസിൻ്റെ ഭാഗത്ത് കിട്ടുന്നത്. ഇനി നമ്മുടെ സൈഡ് ഓഫ് സൈഡ് ക്രാഷ് ടെസ്റ്റിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഗുഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. സൈഡ് പോൾ ടെസ്റ്റിൽ അഗെയിൻ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ ആ ഒരു നടുവിലത്തെ പോർഷനിൽ അഡിക്വേറ്റ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. ബാക്കി എല്ലായിടത്തും ഗുഡ് പ്രൊട്ടക്ഷൻ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സൈഡ് പോൾ ടെസ്റ്റ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. 32 km/h സ്പീഡിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട് ഓഫ് സെറ്റ് ടെസ്റ്റ് 64 km/h സ്പീഡിലും അതുപോലെ സൈഡ് ബാരിയർ ടെസ്റ്റ് 50 km/h സ്പീഡിലുമാണ് ചെയ്യുന്നത്. എന്തായാലും അതാണ് ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റിനെ പറ്റി നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അത് ഗ്ലോബൽ എൻക്യാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർ കുറച്ച് കൂടുതൽ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ESP ടെസ്റ്റ് ചെയ്യുക, പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരത് എൻക്യാപ്പ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ പാസ്സായാലേ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുള്ളൂ. സോ അതിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് ഉറപ്പിക്കാവുന്നതാണ്. എന്തായാലും ഫ്യൂച്ചർ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിൽ ഭാരത് എൻക്യാപ്പും ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. നമുക്കധികം വൈകാതെ തന്നെ അത് കാണാം എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നിസാൻ്റെ എഫേർട്ടും നമ്മളിവിടെ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു വണ്ടി 3 പ്രാവശ്യം ക്രാഷ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ എമൗണ്ട് ഒന്നും അല്ല അവരിൽ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടത്. അതൊരു സ്പോൺസർ ക്രാഷ് ടെസ്റ്റ് ആയിരുന്നു, അല്ലാതെ ഗ്ലോബൽ എൻക്യാപ്പ് തന്നെ എടുത്ത് ക്രാഷ് ടെസ്റ്റ് ചെയ്തതൊന്നുമല്ല. അവരെങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3 സെപ്പറേറ്റ് വേർഷൻസ് എടുത്ത് ഒറ്റയടിക്ക് ടെസ്റ്റ് ചെയ്യുമൊന്നുമില്ല, 3 ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യും. അതായത് 3 ഘട്ടങ്ങളിലായിട്ട് ടെസ്റ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ നിസാൻ തന്നെ കാശ് മുടക്കി ചെയ്തതാണ് അവരുടെ വണ്ടിയുടെ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ എന്തായാലും നല്ല കാര്യമാണ്. ഇത് തന്നെ നമുക്കിനി ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ട്രൈബർ ഫേസ് ലിഫ്റ്റിലായാലും ഇനി വരാൻ പോകുന്ന കൈഗർ ഫേസ് ലിഫ്റ്റിലായാലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സേഫ്റ്റി തന്നെ എക്സ്പെക്ട് ചെയ്യാം. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.